ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതോ അല്ലെങ്കിൽ പാക്കറ്റ് പൊടി ഏതായാലും മതി. ഇനി അതിലേക്ക് അരിപ്പൊടി നമ്മൾ അളന്നെടുത്തിട്ടുള്ളത് ഏത് കപ്പിനാണോ അതേ കപ്പിൽ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആണെങ്കിലും എടുക്കാം. അതിനുശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിലും ചേർക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ പൊടി നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്കും റവയ്ക്ക് അനുസരിച്ചൊക്കെ അളവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം പിന്നെ ഒരു 2 മിനിറ്റ് വേണമെങ്കിലൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവാൻ പാടില്ല. നമ്മൾ പൂരിക്കൊക്കെ വേണ്ടി കുഴച്ചെടുക്കില്ല, അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള മാവായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റാണ്, എന്നാൽ അത്യാവശ്യം തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൂരിയൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊരു പലകയിൽ ആദ്യം കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ പലകയുടെ മേലെ ആദ്യം എണ്ണയാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പരത്തുമ്പോൾ അത് ഒരുപാട് കനം കുറയാൻ പാടില്ല, എന്നാൽ അധികം കട്ടി ഉണ്ടാവാനും പാടില്ല. ചെറുതായിട്ടൊരു തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ ചെയ്തെടുക്കുക. ആ മുഴുവൻ മാവും ഇതുപോലെ തന്നെ ചെയ്യുക. അതിന് ശേഷം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. അപ്പോഴാണ് അത് പൂരിയൊക്കെ മേലേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് പിന്നെ അത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം 2 സൈഡ് ഇതുപോലെ അത്യാവശ്യം നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത്. ഇത് നന്നായിട്ട് മേലേക്ക് പൊങ്ങി വരില്ല, നല്ലോണം എണ്ണ കുടിക്കുകയും ചെയ്യും. ആ മാവ് കുഴയ്ക്കണതും അതുപോലെ പരത്തുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എണ്ണയൊന്നും കുടിക്കാത്ത രീതിയിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം മാവിട്ട് കൊടുക്കുമ്പോഴും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവിട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് നമുക്കൊരു 14 എണ്ണൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പൂരി പോലെ തന്നെ നന്നായി പൊങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. ഏതെങ്കിലും നോൺ വെജ് കറികളുടെ കൂടെയോ അല്ലെങ്കിൽ നാളികേരപ്പാലിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മളിത് നാളികേരപ്പാലിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പാലിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം അതിലിതുപോലെ മുക്കി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. വേറൊരു കറികളുടെ ആവശ്യമില്ല. ഇത് നമ്മൾ നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് ഇതിനെ പാൽപ്പത്തിരി എന്ന് പറയാറുണ്ട്. അതുപോലെ അരിപ്പൊടി വെച്ചിട്ടുള്ള പൂരി എന്നൊക്കെയും പറയാറുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്